അമ്മൂമ്മക്കൊരു കാര്യം അറിയാവോ? നമ്മുടെ അമ്മൂമ്മയുടെ പാർട്ടി ജയിച്ചില്ലേ? ആ, പാർട്ടി ജയിച്ചതൊക്കെ ഓക്കെ, ഇതുവരെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിട്ടില്ല. അതറിയാവോ? അവര് തമ്മിൽ ഭയങ്കര വഴക്ക്. ആരാകും മുഖ്യമന്ത്രി, ആരാകും മുഖ്യമന്ത്രി എന്ന്. തെരഞ്ഞെടുക്കാത്ത എന്നാ അവരോട് ചോദിക്കണം. മുഖ്യമന്ത്രി ഞാൻ ചോദിക്കാം, അമ്മൂമ്മ എന്നാ പറയാനുള്ളത്, എങ്ങനെയാ തെരഞ്ഞെടുക്കുന്നത്? അവര് തമ്മിൽ ഭയങ്കര അടി. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കണം, അടി പിടിക്കരുത്. ഇതന്നെ ഇതുവരെ തിരഞ്ഞെടുക്കാത്തത്. അമ്മൂമ്മ അതാ എനിക്കറിയാൻ മേല. അവിടെ അവര് തമ്മിൽ, ഞാൻ പറഞ്ഞില്ലേ, അവര് തമ്മില് എല്ലാരും തമ്മിൽ ഭയങ്കര വഴക്കാ. എന്നും മീറ്റിങ്ങും എന്നും കൂടിക്കാഴ്ചയൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല മന്ത്രി ആരാന്ന്, മുഖ്യമന്ത്രി. എന്തോ പണ്ടത്തെ കാലത്ത് നറുക്കിടും, എന്നിട്ട് ആളെ എടുക്കും. നറുക്കിട്ടെടുക്കണോ മുഖ്യമന്ത്രി കസേര? ഓക്കെ, പറയാം. എന്നാ നറുക്കിട്ടെടുക്കാൻ പറയട്ടെ. CP അമ്മുക്കുട്ടിയമ്മ പറഞ്ഞെന്ന് പറയാം. നറുക്കിട്ട് അവര് കേൾക്കുമോന്ന് നോക്കട്ടെ. കൊള്ളാം, നല്ല തീരുമാനം, നറുക്കിട്ടെടുക്കാൻ. അമ്മുമ്മ ഇതിനൊരു പോംവഴി പറഞ്ഞു കൊടുക്കാവോ? എന്തെങ്കിലും അമ്മുമ്മയുടെ ഒരു ചിന്ത വെച്ചിട്ട് അമ്മുമ്മ ഒരു പോംവഴി പറഞ്ഞു കൊടുക്കും. മത്സരിക്കാനോ? മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ച് വഴക്കുണ്ടാക്കുന്ന 2-3 പേരുണ്ട്. കൊള്ളാവുന്നവരെ എന്തായാലും ഭരണം കിട്ടിയല്ലോ, ഇനി എന്തിനാ വഴക്ക് പിടിക്കുന്നത്? അതിപ്പോ എനിക്കെങ്ങനെ അറിയാണ്? ഭരണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴായി വഴക്ക്. നമ്മുടെ കേരളത്തിന് ഇപ്പൊ മുഖ്യമന്ത്രി ഇല്ല. നമ്മുടെ പഴയ പിണറായി വിജയൻ സഖാവ് എന്താ പറയാ, രാജിവെച്ചു. ഇപ്പൊ നമുക്ക് മുഖ്യമന്ത്രി ഇല്ല. കേട്ടില്ല. ഏതാ? കോൺഗ്രസ് പാർട്ടിയിലാണോ? പാർട്ടിയിൽ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഉമ്മൻചാണ്ടി ഇല്ലായിരുന്നോ, ഇവിടുത്തെ കോട്ടയത്തുള്ള? അദ്ദേഹത്തിന്റെ മോനുണ്ട്. പിന്നെ വേറൊരാളുണ്ട്, VD സതീശൻ, നമ്മുടെ പണ്ടത്തെ പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്നു. പുള്ളി കൊള്ളാം, പുള്ളിയാണ് വരേണ്ടത്. പക്ഷെ പുള്ളി വരുന്നില്ല. പുള്ളിയെ തീരുമാനിക്കാൻ അവരെല്ലാരും തമ്മിൽ അടിയാണ്. അപ്പൊ എന്റെ ആഗ്രഹം പുള്ളി വരണം എന്നാണ്. ഇന്ദിരാഗാന്ധി ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് പരിഹാരം ഉണ്ടായാലും ഇതിനോ? ഇപ്പൊ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഉമ്മയ്ക്ക് വിഷമാണോ? ഇന്ദിരാഗാന്ധിയൊക്കെ മരിച്ചു പോയല്ലോ, ഇനി എന്നാ ചെയ്യും? നല്ല തീരുമാനം. അവരുണ്ടായിരുന്നെങ്കിൽ തീരുമാനിച്ചതന്നെ. ശരിയാ. ആരായാലും പ്രായം കുറഞ്ഞവര് ഭരിക്കുന്നത് നല്ലത്. അതിനാ പ്രായം കുറഞ്ഞവര് ഭരിക്കുന്ന നല്ലത്? പ്രായം കുറഞ്ഞവരാകുമ്പോൾ കുറച്ച് നാൾ വരെ അവർക്ക് നിൽക്കാം. നല്ല കാര്യം, നന്നായിട്ട് ഭരിക്കും അല്ലേ? എന്നാ പ്രായം കുറഞ്ഞവര് ഭരിക്കട്ടെ. നീ ഇന്ദിരാഗാന്ധിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല അമ്മൂമ്മ, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചു പോയില്ലേ. പണ്ടത്തെ കാലത്ത് നായനാരും കരുണാകരനും ഒക്കെ ആയിരുന്നു ഭരണം. ഇപ്പം ഗുണമില്ല. അവര് നന്നായിട്ട് ഭരിക്കുമായിരുന്നോ അന്നത്തെ കാലത്തൊക്കെ? അന്നത്തെ കാലത്തെ ഭരണം നല്ലതായിരുന്നു. ഉമ്മൻചാണ്ടി ഒരു നല്ലയാളായിരുന്നു. അദ്ദേഹം മരിച്ചു പോയില്ല. കഷ്ടമായി, സങ്കടമുണ്ട്. അയ്യോ, നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. അവരുടെ മോനുണ്ട്. ഇപ്പം മോനുണ്ട്. നോക്കട്ടെ മോൻ എങ്ങനെ ഭരിക്കുമെന്ന്. മോനൊക്കെ ഇപ്പം ജയിച്ചിട്ടുണ്ട്. മോനാണോ ഇപ്പം ഭരിക്കുന്നത്? ഭരിക്കുന്നല്ല, മോൻ ഇപ്പൊ ജയിച്ചു, ഇലക്ഷനിൽ ജയിച്ചിട്ടുണ്ട്. ഭരണം കിട്ടുന്ന ഏത് ഭരണമാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. എന്നാലും അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. നമ്മുടെ കോട്ടയംകാർക്കൊക്കെ അല്ലേ, നല്ലൊരു മനുഷ്യനായിരുന്നു. അമ്മൂമ്മ ഇന്ദിരാഗാന്ധിയെ കണ്ടിട്ടുണ്ടോ? എനിക്ക് 50 വയസ്സുള്ളപ്പോഴാണ്. അന്ന് ഞങ്ങൾ നടന്ന് കോട്ടയത്ത് പോയി ഇന്ദിരാഗാന്ധിയെ കണ്ടു. ഇന്ദിരാഗാന്ധിയോ? കോട്ടയത്ത് വന്നിട്ടുണ്ടോ? കോട്ടയത്ത് വന്നിട്ടുണ്ടോ? നോക്കട്ടെ, എത്ര വയസ്സുള്ളപ്പോഴാ? എനിക്ക് 50 വയസ്സുള്ള. അത്ര ഉണ്ടല്ലേ? കോട്ടയത്ത് നോക്കണം. അന്നേരം എങ്ങനെയുണ്ടായിരുന്നു കാണാൻ? ഇന്ദിരാഗാന്ധിയെ കാണാൻ നല്ലതായിരുന്നോ? ഇന്ദിരാഗാന്ധിയെ കാണാൻ നല്ലതാ. ആണല്ലേ? ഇന്ദിരാഗാന്ധി ആണുങ്ങളെ പോലെയാ മുടി കെട്ടിയിരുന്നേ. മുടി വെട്ടിയിരുന്നതോ? വളരെ സുന്ദരിയായിരുന്നു കാണാൻ. നല്ല മൂക്കും നല്ല കണ്ണും എല്ലാം ആയിരുന്നു. ആണല്ലേ?
പക്ഷെ മരിച്ചുപോയി. അമ്മുമ്മേ, ഞാനൊരു സാധനം അമ്മുമ്മയോട് പറയാം. അമ്മുമ്മ അത് തെറ്റാതെ 3 വട്ടം പറയാൻ പറ്റുമോ? പറയട്ടെ. പഞ്ചവൻ പാടത്ത് 10 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. പറയാവോ? പഞ്ചവൻ പാടത്ത് പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. 3 വട്ടം പറയണം. പഞ്ചവൻ പാടത്ത് 10 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. ഇനി ഒരു വട്ടം. പഞ്ചവൻ പാടത്ത് 10 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. കൊള്ളാം, അടിപൊളി. കിളിരൂരുരുളി ഞാൻ പറയാം. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. കിളിരൂരിളകി വാലിളകി കാണാൻ ചെന്നപ്പം കോലുരുളി. പറ. കിളിരൂരുരുളി വാലുരുളി കാണാൻ ചെന്നപ്പം കോലുരുളി. 3 വട്ടം. കിളിരൂരുരുളി വാലുരുളി കാണാൻ ചെന്നപ്പം കോലുരുളി. ഒന്നുകൂടി. കിളിരൂരുരുളി വാലുരുളി കാണാൻ ചെന്നപ്പം കോലുരുളി. സൂപ്പർ, അടിപൊളി. അടിപൊളിയായിട്ട് പറഞ്ഞു അല്ലേ? കൃത്യമായിട്ട് പറഞ്ഞു. സമ്മതിക്കണം കേട്ടോ, കൊള്ളാം. അമ്മുമ്മ ഒരെണ്ണം പറഞ്ഞുതരാം. സൈക്കിൾ റാലി, ലോറി റാലി. സൈക്കിൾ റാലി, ലോറി റാലി. അത് 3 വട്ടം പറഞ്ഞേ. സൈക്കിൾ റാലി, ലോറി റാലി. ഒന്നും കൂടി. സൈക്കിൾ റാലി, ലോറി റാലി. അടിപൊളി അമ്മൂമ്മ. അത് എന്നെ കൊണ്ട് പോലും പറ്റത്തില്ല. ഞാൻ സ്പീഡിൽ പറഞ്ഞാൽ എനിക്ക് തെറ്റിപ്പോവത്. അമ്മൂമ്മ, വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി. വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി. കൊള്ളാം. 3 വട്ടം പറയണം. വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി. ഒന്നും കൂടി. വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി. കണ്ടോ, അമ്മൂമ്മയ്ക്ക് പറ്റുന്നുണ്ട്. ഞാനാ തെറ്റിച്ചത്. ഞാൻ പറഞ്ഞപ്പോ തെറ്റി വേറെ ആയിപ്പോയി. അത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വരും. ഞാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോയി. അമ്മൂമ്മ പുതിയ ഒരെണ്ണം. കുട്ടൻ കുട്ടൻ കുപ്പി തപ്പി. കുട്ടൻ കുപ്പി തപ്പി. തട്ടാൻ തട്ടിക്കുപ്പി. തട്ടാൻ തട്ടിക്കുപ്പി. അത് കറക്റ്റ് ആയിട്ട് പറയണം. കുട്ടൻ കുപ്പി തപ്പി, തട്ടാൻ തട്ടിക്കുപ്പി. കുട്ടൻ കുപ്പി തപ്പി. കുപ്പി തപ്പി. തട്ടാൻ തട്ടി പറിച്ചു. തട്ടിക്കുപ്പി. തട്ടിക്കുപ്പി. തട്ടാൻ തട്ടിക്കുപ്പി. തട്ടികുത്തി. തട്ടിക്കുപ്പി. തട്ടികുപ്പി. കുട്ടൻ കുപ്പി തപ്പി, തട്ടാൻ തപ്പിക്കുപ്പി. കുട്ടൻ കുപ്പി തപ്പി, തട്ടാൻ തട്ടിക്കുപ്പി. തട്ടികുപ്പി. അത് 3 വട്ടം പറയാവോ? കുട്ടൻ കുപ്പി തപ്പി, തട്ടാൻ തട്ടിക്കുപ്പി. തട്ടികുപ്പി. 1 വട്ടായി. കുട്ടൻ കുപ്പി തപ്പി, തട്ടാൻ തട്ടികുത്തി. 3ാമത്തെ ഒരെണ്ണം കൂടെ. കുട്ടൻ കുപ്പി തപ്പി, തട്ടാൻ തട്ടികുത്തി. തട്ടിക്കുപ്പി. കുഴപ്പമില്ല. ഒരെണ്ണം കൂടി. ആന അലറലോടലറൽ. ആന അലറലോടലറൽ. കുഴപ്പമില്ല. ആന അലറലോടലറൽ. ഒന്നുകൂടി പറഞ്ഞു. ആന അലറലോടലറൽ. ആന അലറലോടലറൽ. ആന അലറലോടലറി. കുഴപ്പമില്ല, കൊള്ളാം. അമ്മൂമ്മയുടെ സ്കൂളിലെ പ്രാർത്ഥനാ ഗീതമൊക്കെ ഓർമ്മയുണ്ടോ അമ്മൂമ്മയ്ക്ക്? ഏതായിരുന്നു? സ്കൂളിലൊക്കെ രാവിലെ പ്രാർത്ഥിക്കുകയല്ലേ, ആ പാട്ട് ഓർമ്മയുണ്ടോ? കാരുണ്യം കോലുന്ന സ്നേഹസ്വരൂപാതി കാലിട കൈവടങ്ങുന്നു ഞങ്ങൾ. വെണ്ണയും പാലും വെച്ചുള്ള പൂക്കിലൻ വേഗത്തിൽ പാടിക്കൊണ്ടങ്ങും. അതായിരുന്നോ സ്കൂളിലെ പാട്ട്? അഖിലാണ്ട മണ്ഡലം എന്ന് പറയുന്നൊരു പാട്ട് അറിയാവോ? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരു അതിനുള്ളിലാണെന്ന ദീപം കൊളുത്തി. അത്രേ ഉള്ളോ? മറന്നുപോയോ? നിന്റെ സ്കൂളിൽ ആരാ പ്രാർത്ഥന പാടിക്കൊണ്ടിരുന്നത്? ഞാനാ. എൻ്റെ ചെറിയ സ്കൂളിലും പിന്നെ 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ ഞാനാ പാടിക്കൊണ്ടിരുന്നത്. അതേത് പാട്ടാന്ന് അറിയാവോ? പാടണോ? ഞങ്ങളും അഖിലാണ്ട മണ്ഡലാ പാടിക്കൊണ്ടിരുന്നത്. പക്ഷെ വേറെ കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ.
അഖിലാണ്ടമണ്ഡലം ഞാൻ മൊത്തം ഓർക്കുന്നില്ല ഇപ്പം, എന്നാലും കുറച്ച് അറിയാം. ഒരു 4 ലൈൻ പാടാം. പക്ഷെ എനിക്ക് വേറൊരു പാട്ട് ഇഷ്ടം, അത് പാടി കേൾപ്പിക്കാം കേട്ടോ. അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. അതാണ് അഖിലാണ്ട മണ്ഡലം. വേറൊരെണ്ണമുണ്ട്, അതും പാടാം. ഞങ്ങൾ ഹൃദയരാഗ തന്ത്രി മീട്ടി എന്ന് പറഞ്ഞ വേറൊരു പാട്ടുണ്ട്, അതാ പാടുന്നത്. അത് പാടി കേൾപ്പിക്കാം കേട്ടോ. ഹൃദയരാഗ തന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിതാളം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ തലങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. കൊള്ളാവോ ഇത്? അടിപൊളിയായി. ആണോ? ഇതാ ഞാനൊക്കെ സ്കൂളിൽ പാടിക്കൊണ്ടിരുന്ന പാട്ട്. ആ നല്ല പാട്ടല്ലേ? നല്ല പാട്ടാ.